നമസ്കാരം. ഈ പാല് കൊടുക്കുന്ന കയ്യിൽ തന്നെ കൊത്തുന്നു എന്ന് കേട്ടിട്ടില്ലേ? ഇന്നലെ അതാണ് ഏഷ്യാനെറ്റ് കണ്ടത്. ഏഷ്യാനെറ്റ് ചാനൽ ചർച്ചയിൽ തിരുവമ്പാടിയിലെ KSEB ഓഫീസുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കരവിരുത് വല്ലാതെ മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോ വീട്ടുകാരെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സഹതാപം സൃഷ്ടിച്ചുകൊണ്ട് ഒരുത്തൻ കാണിച്ച തെമ്മാടിത്തരത്തെ ന്യായീകരിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അവനെ മഹാനാക്കി വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് വൈകിട്ട് സ്ഥിരം കച്ചേരിക്കാരനായിട്ടുള്ള ചങ്കരം വക്കീലിനെ വിളിച്ചു. കാര്യം നമുക്ക് അനുകൂലമാണ്, ഒരു കാര്യത്തിലും അവർക്ക് ഡൗട്ട് ഇല്ല. ആ ഒരു ആളെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ KSEB 10 തെറി, CPM 10 തെറി. അപ്പോ നമ്മുടെ ചർച്ച ഗംഭീരമായി നമുക്ക് വേണ്ട കാര്യങ്ങൾ സംഘികൾക്ക് വേണ്ടിയും കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പാല് കൊടുത്ത കൈക്ക് തന്നെ നമ്മുടെ ചങ്കരം വക്കീൽ കൊത്തി. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലോ. ഏത് വിഷപ്പാമ്പിന് ആര് ഈ തീറ്റ കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് അത് തിരിഞ്ഞു കൊത്തിയിരിക്കും. കൊത്തലെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിൽ ഇന്നലെ കോട്ടിട്ട ജഡ്ജിയായിട്ട് അവതരിച്ചിരുന്നത് അബ്ജോദ് വർഗീസ് ആയിരുന്നു. ഈ അബ്ജോദ് വർഗീസിന്റെ പറം തലക്കിട്ടൊന്ന് കൊടുത്താൽ എങ്ങനെയിരിക്കും? അതുപോലുള്ള വർത്തമാനങ്ങളാണ് ആ ചാനൽ ചർച്ചയിലുടനീളം. അതായത് ആ അവതാരകനെ പോലും ഇടയ്ക്കെടുത്ത് ചെവരി ഒട്ടിക്കുന്ന 2-3 വാചകങ്ങൾ പറഞ്ഞു പോയി. അതിൽ തുടക്കത്തിൽ പറഞ്ഞത് ഈ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്നത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകളാണ്. ഞാനും ആ ചാനൽ ഒരു സ്ഥിരം ചർച്ചക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ തെമ്മാടിത്തരം കാണിക്കുന്നത് ആരാണ്? ഏഷ്യാനെറ്റ് ആണെന്ന് പറയുകയാണ്. കാര്യം നിങ്ങൾ കുറച്ച് ചാനലുകാർ ഇല്ലാത്ത രീതിയിൽ ഒരാളെ മഹത്വവൽക്കരിക്കുകയാണ്. അതിൽ ഈ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ആ ചർച്ചയിൽ പറയുന്നുണ്ട്. അതായത് തന്റെ വീട്ടിലെ ഫ്യൂസ് ഊരിയ ഒരു അനുഭവത്തെക്കുറിച്ചും ആ ഫ്യൂസ് ഊരിയതിനെ സംബന്ധിച്ച് പിന്നീട് അദ്ദേഹം ബില്ലൊടുക്കിയപ്പോ പിന്നീട് അവർ കൊണ്ടുവന്ന് കണക്ഷൻ കൊടുത്ത കാര്യം പറയുന്നുണ്ട്. ഇതാണ് അവിടെ നടന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊരു CPM കാരനാകാതെ പോയി. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായത്. അതൊരു CPM കാരനോ DYFI കാരനോ ആയിരുന്നെങ്കിൽ അതിനെ നമ്മൾ ഏത് രീതിയിലൊക്കെ ആഘോഷിച്ചേനെ. പക്ഷെ അതൊരു യൂത്ത് കോൺഗ്രസ് കാരനായപ്പോ നമ്മൾ അവനെ വെള്ളപൂശേണ്ടതുണ്ട്. പിന്നെ മാപ്രകളെല്ലാം കൂടി ചേർന്ന് ഏഷ്യൻ പെയിന്റുമായിട്ട് ഇറങ്ങിയിട്ട് ഏറ്റവും ഒടുവിൽ രാത്രി അതിന്റെ ക്ലൈമാക്സ് ആയിട്ടുള്ള കൊട്ടിക്കലാശത്തിന് വേണ്ടിയാണ് ശങ്കരം വക്കീലിനെ കൊണ്ടുവന്ന് ഒന്ന് ന്യായീകരിക്കുകയും കൂടി ചെയ്യുമ്പോൾ ആ പരിപാടി നമ്മൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ വരുത്താൻ ശ്രമിച്ചതാണ്. പക്ഷെ എന്തിനു പറയുന്നു, അബ്ജോദ് വർഗീസ് ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കാൻ പോയ സന്ദർഭത്തിൽ, അതായത് ആ ചർച്ചയിൽ അദ്ദേഹം SFIക്കാരെ കൂടി ന്യായീകരിച്ചു. അതാണ് അതിലെ ഒരു കോമഡി. അതായത് കൊയിലാണ്ടിയിൽ നടന്ന സംഭവം, ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIക്കാർക്ക് പറയാനുള്ള ഭാഗം നിങ്ങൾ കേട്ടോ എന്ന് ഏഷ്യാനെറ്റിലെ അവതാരകനോട് ചോദിച്ചപ്പോൾ അവതാരകൻ വായും മിഴിച്ച് അല്ലെങ്കിൽ വായും തുറന്നിരുന്നൊരു അവസ്ഥയുണ്ടായി. ആ രീതിയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് പറ്റി ചങ്കരം വക്കീലിന് ഇങ്ങനെ പറയാൻ എന്ന് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കാര്യം ഈ ചിലർക്ക് ചില സന്ദർഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഈ കിളി പോണ അവസ്ഥയുണ്ടാകും. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ മനോനിലയ്ക്ക് ഒരു ചാഞ്ചാട്ടം വന്ന സന്ദർഭമായിരുന്നു. അപ്പോ എന്താണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം, വസ്തുത അതേപടി പറഞ്ഞു. അതായത് ഒരു KSEB ഓഫീസിൽ കയറി ഒരു ഉദ്യോഗസ്ഥന്റെ പടത്തി തെമ്മാടിത്തം കാണിച്ചവരെ എന്തോ മഹാനാക്കുകയാണ്. വീട്ടിൽ പാവപ്പെട്ടവരാണ്, വീട്ടിലുള്ളവരെ എങ്ങനെ കറണ്ട് കട്ട് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. തെമ്മാടിത്തരം കാണിച്ചാൽ ഇപ്പോ വീട്ടിലുള്ള ഒരു പുത്രൻ കൊലപാതകം ചെയ്ത അവിടെ പോലീസ് വീട്ടിൽ കയറി പരിശോധിക്കും. അതിനെന്തായിരിക്കും ഇവർ പറയുന്നത്? ഓ, അത് മോൻ ചെയ്തതിന് എന്തിനാണ് വീട്ടിൽ കയറുന്നത്? വീട്ടിൽ പാവപ്പെട്ട അച്ഛനും അമ്മയല്ലേ ഉള്ളത്, അവരെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാത്തതിന്റെ കാര്യം എന്താ? ഈ രീതിയിലായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ മകൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ മകന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വീട്ടിൽ പോലീസ് ചെല്ലുകയാണെങ്കിൽ അവർ ഏത് രീതിയിലായിരിക്കും ന്യായീകരിക്കുന്നത്? ഇതിലൊറ്റ കാര്യമുള്ളൂ, യൂത്തൻ. യൂത്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കാണ്. ആ ചങ്കിനെ എന്ത് ചെയ്യണം? ന്യായീകരിക്കണം. ആ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെയാണ് വിഷപ്പാമ്പ് തന്നെ തിരിഞ്ഞു ഒത്തിക്കൊണ്ട് അതിനെതിരെ സംസാരിക്കാൻ നാവ് ഉയർത്തിയത്. സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോണ്ടിരുന്നവർ തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥ. ഇത് സംസാരിക്കുന്ന ചങ്കരം വക്കീൽ തന്നെ. ചങ്കരം വക്കീലാണെങ്കിൽ CPM എന്ന് കേട്ട അദ്ദേഹത്തിന് ഉടനെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ സംഖ്യ, കാര്യം CPM എന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് കിടക്കുന്ന സംഖ്യയാണ്. ആ സംഖ്യക്ക് ഈ രീതിയിലൊക്കെ വർത്തമാനം പറയാൻ പറ്റും. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ഒക്കെ കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തമാണെന്ന് പറയുമ്പോൾ അത് ഈ വിഷയത്തിൽ മാത്രമല്ല. ചങ്കരം വക്കീൽ സകലമാന വിഷയത്തിൽ ഏഷ്യാനെറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നതും ബിനു വി ജോൺ എന്ന് പറയുന്ന ആ സാമൂഹ്യ വിരുദ്ധനുണ്ടല്ലോ, അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം മാത്രമാണ്. അതിന് കുഴലൂതുന്ന പണിയാണല്ലോ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ അതിനെ മാറി ചിന്തിക്കാൻ എന്താണ് ഇത്രമാത്രം നിങ്ങളെ പ്രചോദിപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ സമൂഹത്തിൽ ഒരു വലിയ ചോദ്യമായിട്ടുള്ളത്. എന്തായാലും വിഷപ്പാമ്പുകളും ആ അഭിപ്രായം പറയുമ്പോൾ സംഘികളിലുള്ളവർക്ക് കുറച്ചു പേർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ ചങ്കരം വക്കീലല്ലേ പറഞ്ഞത്, നമ്മൾ അത് വിശ്വസിക്കണം എന്ന രീതിയിൽ ചിലപ്പോൾ അതിനെ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതാണ് ന്യായം. അതായത് മക്കളെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ തന്തേനും തള്ളേനും കൂടി അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും. അത് ഏത് വിഷയത്തിലായിരുന്നാലും ശരി, KSEB അല്ല മറ്റേത് വകുപ്പായിരുന്നാലും ശരി, മക്കളെ തോന്നിവാസം കാട്ടാൻ വേണ്ടി, അതായത് കറണ്ട് ബില്ലും അടയ്ക്കാതെ അവ അവിടുത്തെ യൂത്ത് നേതാവെന്നും പറഞ്ഞ് തെമ്മാടിത്തരം കാണിക്കാൻ പറഞ്ഞു വിട്ടിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ മാപ്രകൾ സഹതാപം അങ്ങ് ഇറക്കി വിടുകയാണ്. അച്ഛനും അമ്മയോട് മനുഷ്യത്വം ഇല്ലേ?
അതായത് KSEB ജീവനക്കാരായതുകൊണ്ട് അവർക്ക് മനുഷ്യത്വം ഇല്ലല്ലോ. അവരെ പുറത്ത് ഈ ചെളിവെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ മലിനജലം ഒഴിക്കാം, അവരെ അസഭ്യം പറയാം, ഓഫീസിൽ കയറി അടിച്ചു പൊട്ടിക്കുക, എല്ലാം അവന്റെ അപ്പന്റെ വകയും ഇവിടുത്തെ മാപ്രകൾ ഇവിടെ സൃഷ്ടിച്ചു വെച്ചേക്കണ കാര്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ ന്യായീകരിച്ചു വെച്ചത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ഈ നാവ് വാടാക്കി കൊടുത്തിരിക്കുന്ന ചങ്കരം വക്കീൽ പോലും അതിനെ തിരുത്തി പറയുമ്പോൾ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട. ഇത്തരം തെമ്മാടിത്തരങ്ങൾ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തവന്മാരുടെ വീടടക്കം അനുഭവിച്ചാൽ മാത്രമേ അതിനൊക്കെ തടയിടാൻ പറ്റുള്ളൂ. ഒരു സംശയവും വേണ്ട. അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് പോലും ചർച്ച നടത്തി പെട്ടൊരവസ്ഥയിലാണ്. എന്തായാലും അതിൽ ഏഷ്യാനെറ്റിന് തരാനുള്ള ഒരു ഉപദേശം ഇത്രയേ ഉള്ളൂ. ഏത് വിഷപ്പാമ്പായിരുന്നാലും ശരി, ഒരു കാലത്ത് നിങ്ങൾ ഇനി അതിനെ പോറ്റി വളർത്തി പാല് കൊടുത്താലും ശരി, ഒരു കാലത്ത് തിരിഞ്ഞു കൊത്തും. നിങ്ങൾ എന്ന കവപ്പട്ടത്തെ, അതായത് എന്തിനാണ് നിങ്ങൾ ഈ വിഷപ്പാമ്പിനെ വളർത്തുന്നത്? എന്തിനാണ്? നിങ്ങൾക്ക് ചില ഉദ്ദേശശുദ്ധികളുണ്ട്. അത് ഈ വിഷപ്പാമ്പിനെ ഉപയോഗിച്ച് നടത്താൻ പറ്റും. അതുകൊണ്ടാണല്ലോ അതുമായിട്ടൊരു സമ്പർക്കത്തിൽ വരുന്നത്. ആ സമ്പർക്കം നടത്തി നിങ്ങളുടെ കാര്യം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു കാലത്തായിരുന്നാലും അത് തിരിഞ്ഞു കൊത്തും. ഏതുപോലെ? ഇന്നലെ കണ്ടതുപോലെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഏഷ്യാനെറ്റിനെ ഇന്നലെ തൊലി ഉരിച്ചു നിർത്തുന്ന അവസ്ഥയുണ്ട്. അതിൽ ഒരു വാചകം കൂടി പറയേണ്ടതുണ്ട്. കാര്യം അബ്ജോദ് വർഗീസിന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. നിങ്ങളെ KSEB-ക്കാരെ കൈകാര്യം ചെയ്യുമ്പോൾ എന്നെ കൈകാര്യം ചെയ്ത് കളയല്ലേ. അതായത് അപ്പോൾ ഏഷ്യാനെറ്റ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നവരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോ സ്വാഭാവികമായിട്ട് ഇത്രയും കാലം അവിടെ ഇരുന്നു കൊണ്ട് ഇദ്ദേഹം എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിനെ എന്തിനാണ് വാടകയ്ക്കെടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ചില സന്ദർഭങ്ങളിൽ സത്യം ഇതുപോലെ പൂർണ്ണ ശോഭയിൽ ഉദിച്ചുയർന്നു വരും. ഏഷ്യാനെറ്റ് എന്നൊരു കാപട്യം തൽക്കാലത്തേക്ക് തള്ളിപ്പറയുമെങ്കിലും പക്ഷേ അവർക്ക് ഇനിയും ആവശ്യം എന്താണ്? ഇടതുപക്ഷത്തിനെതിരെ വളരെ ശക്തമായുള്ള ഒരു നാവ് വേണം. അതിന് ഈ വിഷപ്പാമ്പ് ഇനിയും ഗുണകരമായതുകൊണ്ട് കൊത്തിയതൊരു പ്രശ്നമാകില്ലെന്ന് നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട്.